ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നാശം എന്നിവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഹജ്ജ് കർമ്മത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. കേരളത്തിൽ ബലിപെരുന്നാൾ ശനിയാഴ്ച. IPL വിജയാഘോഷങ്ങൾക്കിടെ 11 പേർ മരിക്കാനിടയായ സംഭവത്തിലെ പൊതുതാൽപര്യ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക, അവസാനിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ദിനാചരണത്തിന് ആഗോളതലത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂമിയുടെ സംരക്ഷണത്തിനും കാലാവസ്ഥാ വെല്ലുവിളികളെ നേരിടുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിന സന്ദേശത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു. इस वर्ष के पर्यावरण दिवस की थीम प्लास्टिक से मुक्ति का अभियान है. मिशन लाइफ यानी लाइफस्टाइल फॉर एनवायरनमेंट आज पूरे विश्व में एक पब्लिक मूवमेंट, जन आंदोलन बनता जा रहा है. लाखों साथियों ने रिड्यूस, रीयूज, रिसाइकल का मंत्र अपने रोजमर्रा के जीवन में अपनाया. मिशन लाइफ की तरफ उठा हर कदम और वही आने वाले समय पूरे विश्व में पर्यावरण का मजबूत कवच बनेगा. ഏക് പേഡ് മാ കെ നാം സംരംഭത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥാലി പാർക്കിൽ പ്രധാനമന്ത്രി വൃക്ഷത്തൈ നട്ടു. ഡൽഹി സർക്കാരിന്റെ 200 ഇലക്ട്രിക് ബസ്സുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നാശം എന്നിവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ വികസനം സുസ്ഥിരവും പ്രകൃതി സൌഹാർദ്ദം മുൻനിർത്തിയുള്ളതും ആകണമെന്നും പരിസ്ഥിതി ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. അതേസമയം 2025 സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭാഗത്തിൽ ഗുരുവായൂർ നഗരസഭയ്ക്കാണ് പുരസ്കാരം. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഗുരുവായൂർ നഗരസഭയെ പരിസ്ഥിതി മിത്രം പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മാലിന്യ സംസ്കരണം, ജൈവവൈവിധ്യ സംരക്ഷണം, ജലസംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവയെ മാനദണ്ഡമാക്കിയാണ് പുരസ്കാരം നിർണ്ണയിച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണ രംഗത്തും ഭരണമികവിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തുടരുന്ന ഗുരുവായൂരിന് സംസ്ഥാന പുരസ്കാരങ്ങൾ പുതുമയല്ല. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം കഴിഞ്ഞ 2 തവണയും ഗുരുവായൂർ നഗരസഭ നേടിയിരുന്നു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 1ാമത്തെ നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഗുരുവായൂരായിരുന്നു. പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ജീവൻ എന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ലോക പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ് പദ്ധതിക്ക് ആരോഗ്യവകുപ്പ് തുടക്കമിട്ടത്. സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് SAT ആശുപത്രിയിലെ സംഘത്തിന് വൃക്ഷത്തൈ കൈമാറി. രാജ്ഭവനിൽ ഇന്ന് നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിവകുപ്പ് ഒഴിവാക്കി. സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന കൃഷിവകുപ്പിന്റെ ആവശ്യം രാജ്ഭവൻ നിരസിച്ചതിനെ തുടർന്നാണ് ചടങ്ങ് ഒഴിവാക്കിയത്. കൃഷിവകുപ്പിന്റെ പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ സംഘടിപ്പിച്ചു. ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ഭരണഘടനയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയം കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ S. വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ശ്രദ്ധിക്കപ്പെട്ട തലശ്ശേരി സ്വദേശി സുരേന്ദ്രനെ ഈ പരിസ്ഥിതി ദിനത്തിൽ പരിചയപ്പെടാം. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഭൂമിയുടെ നിലനിൽപ്പിന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അനിവാര്യമാണെന്ന കുട്ടിക്കാലം തൊട്ടേയുള്ള തിരിച്ചറിവാണ് തലശ്ശേരി ധർമ്മടത്തെ സുരേന്ദ്രനെ കണ്ടൽ സംരക്ഷകനാക്കി തീർത്തത്. എരഞ്ഞോളിപ്പുഴയുടെ ഇരു കരകളിലും 30 വർഷം മുൻപ് നട്ടുപിടിപ്പിച്ച കണ്ടൽ ചെടികൾ ഇന്ന് പടർന്ന് പന്തലിച്ച് കാടിന് സമാനമായി മാറിയിരിക്കുന്നു. പുഴയോരത്ത് വിവിധയിനം കണ്ടൽ വിത്തുകൾ ശേഖരിച്ച് നട്ടുപിടിപ്പിക്കുകയായിരുന്നു ഇദ്ദേഹം. കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനൊപ്പം കണ്ടൽ കാടുകളിൽ സമൂഹവിരുദ്ധർ നിർദാക്ഷിണ്യം തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതും സുരേന്ദ്രൻ തന്നെ. സഹായത്തിനായി ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒപ്പമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 3 മണിവരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം നൽകിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സ്ഥാനാർത്ഥികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും മത്സരരംഗത്തുണ്ട്. വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം 19-ന് നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹജ്ജ് കർമ്മത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. അതേസമയം കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 7-നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ നേരത്തെ അറിയിച്ചിരുന്നു. മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. ഗൾഫ് നാടുകളിൽ നാളെയാണ് പെരുന്നാൾ. പ്രതിഷ്ഠാ ദിനത്തിൽ ഭക്തിസാന്ദ്രമായി സന്നിധാനം. മാളികപ്പുറത്തിന് സമീപം നവവിഗ്രഹങ്ങൾക്കായി പുതിയ ശ്രീകോവിലിനുള്ള പാതുകം വയ്പ് ചടങ്ങും ഇന്ന് നടന്നു. പമ്പയിൽ നിന്ന് ഇന്ന് വൈകിട്ട് 6 മണിവരെ മാത്രമേ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. രാത്രി 10-ന് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമലയിൽ ഇടവമാസത്തിലെ അത്തം നക്ഷത്ര ദിനമായ ഇന്ന് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾ തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ കാർമ്മികത്വത്തിൽ പുരോഗമിക്കുന്നു. പ്രതിഷ്ഠാ ദിനത്തിൽ ആയിരങ്ങളാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തുന്നത്. വിശേഷാൽ പൂജകളും ഇന്ന് നടക്കും. സന്നിധാനത്ത് മാളികപ്പുറത്തിന് സമീപമായി നവഗ്രഹങ്ങൾക്കായി പുതിയ ശ്രീകോവിലിനുള്ള പാതുകം വയ്പ് ചടങ്ങ്, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടീൽ എന്നിവയും നടന്നു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷത്തിനിടെ 11 പേർ മരിക്കാനിടയായ സംഭവം കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇതു സംബന്ധിച്ച പൊതു താൽപര്യ ഹർജിയാണ് ഉച്ചകഴിഞ്ഞ് കോടതി പരിഗണിക്കുക. സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണവും കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന സമഗ്രവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദാരിദ്ര്യമുക്തമാകുന്നതിനായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളിലൂടെ ഭവന നിർമ്മാണം, മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ശുദ്ധമായ പാചക ഇന്ധനം തുടങ്ങിയവ എല്ലാവരിലും എത്തിക്കാൻ സാധിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത കൃഷി സങ്കൽപ് അഭിയാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ബ്ലോക്കിലെ ഉണ്ണിക്കുളത്ത് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു. ബാലുശ്ശേരിയിലും ഉള്ളിയേരിയിലും ഇന്ന് ക്യാമ്പയിൻ നടക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി VHSE +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനുള്ള സമയം ഇന്ന് വൈകിട്ട് 5-ന് അവസാനിക്കും. ആദ്യ ഓപ്ഷനിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചവർ ഫീസും ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കി സ്ഥിരം പ്രവേശനം നേടണം. രാജ്യത്ത് 4866 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 1487 കേസുകൾ കേരളത്തിലാണ്. ഡൽഹിയിൽ 562 കേസുകളും പശ്ചിമബംഗാളിൽ 538 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യോഗ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലുടനീളമുള്ള 30,000-ലധികം സംഘടനകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു. ഈ മാസം 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനം. ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് കൊച്ചി ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന വിഷയത്തിൽ ചേരാനിരുന്ന വൈദിക സമിതി യോഗത്തിൽ അച്ചടക്ക നടപടി നേരിട്ട വൈദികരെ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മുകശ്മീർ സന്ദർശിക്കും. 46,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 340 പോയിന്റ് ഉയർന്ന് 81,338-ലും നിഫ്റ്റി 99 പോയിന്റ് ഉയർന്ന് 24,723-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ.
കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നാശം എന്നിവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഹജ്ജ് കർമ്മത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. കേരളത്തിൽ ബലിപെരുന്നാൾ ശനിയാഴ്ച. IPL വിജയാഘോഷങ്ങൾക്കിടെ 11 പേർ മരിക്കാനിടയായ സംഭവത്തിലെ പൊതുതാൽപര്യ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.